ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ചായ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, പാല് കാച്ചാൻ വെച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇന്നാളിലുണ്ടാക്കിയില്ലേ കലത്തപ്പം, പിന്നെ ഈ പാനിൻ്റെ അകത്ത്. അപ്പോൾ അന്നങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടുണ്ടേ ഇവിടെ പോള് പറഞ്ഞ് അവൻ ആ ഉള്ളി ചേർത്തതിനോട് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇനി ഞാൻ ചേർക്കുമ്പം ഇങ്ങനെ ഉള്ളി ഒന്നും ഇടാതെ ഉണ്ടാക്കുമെന്ന്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവർക്ക് കുഴപ്പമില്ലായിരുന്നു, അവർക്ക് ഇതിൻ്റെ അകത്തൊന്നും നട്ട്സോ ഇതൊന്നും ഇടുന്നയോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അവർക്ക് പ്ലെയിനായിട്ട് ഇച്ചിരി ഇത് കൊടുത്തുണ്ടേ. പക്ഷേ എനിക്കതിൻ്റെ ഒട്ടും ടേസ്റ്റായിട്ട് തോന്നിയില്ല. ആ ഉള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ്. അപ്പം ഞാൻ പച്ചരി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് 2 കപ്പ് പച്ചരിയും, അന്ന് ഞാനൊരു 7 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തായിരുന്നു. ഇന്ന് 5 ടേബിൾ സ്പൂണേ ചേർത്തുള്ളൂ. തേങ്ങയും ഏലക്കയും എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഞാൻ ശർക്കര അവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ഉരുക്കി അന്ന് കാണിച്ചതുപോലെ നല്ല ചൂടോടെ ഒഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ നാര് പോലെ കിട്ടുന്നത്. അപ്പോൾ ചൂടോടെ ഒഴിക്കുന്ന സമയത്ത് അന്ന് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ മാവിലോട്ട് ഒഴിക്കുന്ന ഉടനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ മാവ്. ഞാനതുകൊണ്ട് ഒരു പാത്രത്തിൽ ശർക്കര വെള്ളം അരിച്ചിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഒഴിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഇന്ന് കാണുവാണെങ്കിൽ അന്ന് ഞാൻ ചെയ്തത് അതിൻ്റെ അകത്ത് ഒരു സവാള, കുറച്ച് തേങ്ങാക്കൊത്ത് ആദ്യം നെയ്ക്കകത്തൊന്ന് വറുത്തെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും സവാളയും കൂടെ നന്നായി, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കണേ, നമ്മൾ നന്നായി വഴറ്റിയിട്ട് അതിങ്ങെടുത്തിട്ട് കുറച്ച് നമ്മൾ ഈ മാവിൻ്റെ അകത്ത് ചേർത്തു, കുറച്ച് ഞാൻ മുകളിൽ ഇങ്ങനെ വിതറാനായിട്ട് എടുത്തു വെച്ചു. അപ്പോൾ ഇതെല്ലാം ഇതാണ്ട് ഇത്രയും ലൂസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നാളത്തേനേക്കായി ഒരു ഇച്ചിരി ലൂസായിപ്പോയി ഇന്നത്തേത്. എൻ്റെ മാവ് ഇത്രയും അങ്ങ് ലൂസാവുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എനിക്ക് ടേസ്റ്റിലൊട്ടും ഇഷ്ടമായില്ലെന്നുള്ളത് സത്യമാണ്. അവന്മാർക്ക് കുഴപ്പമില്ലായിരുന്നു, കാരണം ഒരു ഉള്ളിയുടെ ടേസ്റ്റ് ആവട്ടെ തേങ്ങാക്കൊത്താവട്ടെ ഒന്നുമില്ലല്ലേ. അപ്പം ഞാനിങ്ങനെ ഒഴിച്ചിട്ട് സൈഡിൽ ഒരു ഇച്ചിരി ഓയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കുത്തി നോക്കിയാണെങ്കിൽ ഒരു ഇച്ചിയും കൂടെ വേവാനുണ്ട്. ഒഴിക്കുന്ന സമയത്ത് നല്ല തീയിലൊഴിച്ചിട്ട് പിന്നെ തീ കുറച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മളല്ലാതെ ഉള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് കേട്ടോ, ഫുൾ ഗ്യാരണ്ടി. നമ്മൾ അതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പും തേങ്ങയും ഒക്കെ ഇടുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. 2 ഇങ്ങനെ അപ്പച്ചട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കാരണം ഒരു ഇച്ചിരി സമയം എടുക്കുമല്ലേ നമ്മൾ ആ മാവ് ഒഴിച്ചിട്ട്, പിന്നെ തീ കുറച്ചല്ലേ അകമൊക്കെ ഒന്ന് വേവണ്ടേ, ഇച്ചിരി കട്ടിക്കല്ലേ നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് അവന്മാർക്ക് കൊടുത്തുണ്ടെങ്കിൽ അവന്മാർക്ക് കുഴപ്പമില്ല. ഞാനിങ്ങനെ ഇതൊന്ന് മുറിച്ച് കാണിക്കാം. പക്ഷേ നാര് പോലൊക്കെ അന്നത്തെ കൂട്ട് വന്നിട്ടുണ്ട്, സോഫ്റ്റുമാ. പക്ഷേ ടേസ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഒരെണ്ണം ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും ഇടാതെ ഇച്ചിരി എടുത്ത് കഴിച്ചപ്പോഴേ എനിക്കിങ്ങനെ ഒട്ടും ടേസ്റ്റ് പോലെ തോന്നാഞ്ഞത്. കാരണം നമ്മൾ ഇത് ഫെർമെൻറ്റേഷനും വെച്ചിട്ടില്ല, കുറച്ച് മാവിൻ്റെ അകത്ത് ഇച്ചിരി ശർക്കര കലക്കി ഒഴിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ എന്തോ ഇതെന്ന് വെച്ചാൽ കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു, തേങ്ങാക്കൊത്തൊന്നും പിന്നെ കൊത്തി അരിഞ്ഞ് ഇടാൻ വറക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇച്ചിരി കപ്പലണ്ടി അതിൻ്റെ അകത്ത് വറുത്തിട്ടിട്ട്, പച്ചക്കപ്പലണ്ടി ആയിരുന്നു, പിന്നെ ആ കപ്പലണ്ടി ഒന്ന് വറുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് ഞാൻ ചെയ്ത്. അങ്ങനെ ഞാൻ എടുത്തത്. അല്ലാതെ പിന്നെ ഇച്ചിരി മാവുണ്ടായിരുന്നു, ഞാനതെടുത്തങ്ങ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് മാവ് ഇച്ചിരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനതെടുത്തങ്ങ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കവേ പ്രൈസമ്മ പറയുന്നു, എൻ്റെ കിഡ്നി ഇപ്പം എന്തോ കിഡ്നിയിലിപ്പം കൊണ്ടുതന്നെയായിരുന്നു എന്തെങ്ങാണ്ട് അങ്ങനെ പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചത് എന്തോ പറ്റിയടാ, നിൻ്റെ കിഡ്നി എവിടെയാടാ ഇരിക്കുന്നത്, നിൻ്റെ കിഡ്നിയിൽ ആരും ഇപ്പം ബോൾ എന്തെങ്ങാണ്ട് പിടിച്ച് തള്ളുക എന്തെങ്ങാണ്ട് ചെയ്ത്. അതിന് പറയുക ഇവന്മാരുടെ കാര്യമൊന്നും പറയണ്ട ചില സമയത്ത്. നിൻ്റെ കിഡ്നിയിൽ ആരെന്തോ ഇത്. ഇപ്പോൾ രാവിലത്തെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കിന് ഉള്ള പരിപാടിയാണ്. ഒരു നെല്ലിക്ക തിന്നുക, എന്തോ ചവച്ച് വരുമ്പോൾ മധുരമുണ്ട്, അല്ലാതെ അങ്ങോട്ട് സ്റ്റാർട്ടിങ് കടിക്കുമ്പോൾ പല്ലൂടെ ഇതാവുന്നു. എങ്ങനെയും ഒരു നെല്ലിക്ക തിന്നാൽ നമുക്ക് നല്ല വിറ്റാമിൻ സി കിട്ടും.
നെല്ലിക്ക ഇങ്ങനെ ചവച്ച് 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 നിന്നിട്ട് എല്ലാവർക്കും അറിയാം, നമ്മൾ പണ്ട് കൊച്ചിലെയൊക്കെ പിന്നെ വെള്ളം കുടിക്കുന്നുണ്ടെ നല്ല മധുരമാണ്. നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറയില്ലേ, നെല്ലിക്കയുടെ അച്ചാറിൻ്റെ ഓർഡറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം എടുത്ത് തിന്നതാണ്. പക്ഷേ എൻ്റെ പല്ല് പണ്ടൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം പല്ല് അങ്ങ് പുളിക്കും. ദിവസം ഒരു നെല്ലിക്ക തിന്നാൽ എന്ത് ഗുണമാണെന്നറിയാമോ, പക്ഷെ നമുക്ക് തിന്നാൻ പറ്റത്തില്ല, അതല്ലേ കുഴപ്പം. അപ്പോൾ ഞാൻ ഇന്ന് ചിന്തിച്ച് കാബേജ് മാത്രം ആവണ്ട, ഒരു ക്യാരറ്റ് കൂടെ അതിലരിയാന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇരുന്ന് അരിഞ്ഞതാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ അകത്ത് ചിക്കന് പച്ചമുളകും സവാളയെല്ലാം എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. പോളെ പോളെ എന്തോ എടുക്കുവാടാ നീ? എന്തോ എടുക്കുവാ? പിന്നെ വേറെന്താ കൊണ്ട് കേൾക്കുന്നല്ലേ? എന്തോ ചൂട് സഹിക്കാൻ വയ്യ. എന്നും എന്തോ തോരൻ വെക്കുന്നത്, കാബേജ് ബീൻസ് പയർ, കാബേജ് ബീൻസ് പയർ, ഇങ്ങനെ. അല്ലാതെ എന്തോ ഉണ്ടാക്കുന്നത്, അതുപോലെ കറി. അതൊരു നമുക്കൊരു ടാസ്ക് തന്നെ അത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ തീയൽ ടൈപ്പൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഇവർക്കൊന്നും ചിലർക്ക് ഈ തീയൽ ടൈപ്പ് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഇതുകൊണ്ടൊക്കെയാണ്. അല്ലെങ്കിൽ തീയലൊക്കെ ഇച്ചിരി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ അവിയൽ വെക്കുവാണേലും അത് കൂട്ടാത്തവർക്ക് വേറൊരു കറി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഇതും വെച്ച് മോര് കറി, അതിൻ്റെ ഇടയ്ക്ക് ആ മോരൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇപ്പോൾ കടുക് വറുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കറികളുള്ള സമയത്ത് നമ്മളിൽ അച്ചാറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിക്കനോ ബീഫോ വല്ലതും ഉണ്ടെങ്കിൽ അതെടുക്കും. കാരണം ഇത് ഇത്തിരി എരിവുള്ളതൊന്നുമില്ല, റെഡ് കളറുള്ളതൊന്നുമില്ലല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ തോരൻ്റെ അകത്ത് ഇച്ചിരി ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇന്നും പ്രീസമോൻ പാടുന്നതും പോൾമോൻ ഗിറ്റാർ. പോൾമോൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഗിറ്റാർ പഠിച്ചതൊന്നുമല്ല, ഓൺലൈനിൽ നോക്കി അവൻ ഇങ്ങനെ പഠിച്ചതാണ്. അപ്പോൾ അത് ഒരു പാട്ട് ഞാൻ ഇന്നും ഇടുന്നുണ്ട്. അത് കാണാൻ താല്പര്യമുള്ള ചിലർക്കൊന്നും ഇഷ്ടമായിരിക്കത്തില്ല, ചിലർക്ക് ഇഷ്ടം കാണും. അപ്പോൾ ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് അടിച്ചു പോകും കേട്ടോ. അപ്പം ഏതൊരു പേരൻസിനും മക്കളിങ്ങനെയൊക്കെ പാടുന്നതും അങ്ങനെയുള്ളവരുടെ ഓരോ ആക്ടിവിറ്റിയൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യുന്നത്. പിന്നെ ചിലർ പറയുന്നുണ്ട് നല്ല പാട്ടായിരുന്നു മോനെ, വീണ്ടും പാടണേന്നൊക്കെ പറയുമ്പം നമ്മൾ അതനുസരിച്ച് അവന് ഇടയ്ക്കൊക്കെ പാടുന്ന പാട്ട് ഞാൻ ഇതിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാബേജിൻ്റെ അകത്ത് ക്യാരറ്റ് കൂടി ഇട്ടുണ്ടാക്കുന്നുണ്ടേ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഈ ക്യാബേജ് ഇച്ചിരി വെള്ളമുള്ള ടൈപ്പാണെങ്കിലും ഈ ക്യാരറ്റ് കൂടെ ചേർക്കുമ്പം അത് അത്രയും നമുക്ക് മനസ്സിലാവത്തില്ല. ഈ ക്യാരറ്റ് കൂടെ ചേർക്കുന്നത് അത് രണ്ടും കൂടെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉപ്പ് ചേർക്കുന്നത് എന്തുവന്നേലും. അപ്പോൾ ഇന്നിപ്പം ഇത്രയും തോരൻ ഉള്ളതുകൊണ്ട് പിന്നെ നാളെ എനിക്ക് തോരനൊന്നും വെക്കണ്ട, ഇത് നാളത്തേക്കിലൂടെ കാണും. അപ്പോൾ അരി ഇച്ചിരി താമസിച്ചിട്ടാൽ മതിയായിരുന്നു, നേരത്തെ ചോറുണ്ടായിരുന്നു. അപ്പോൾ അരി കഴുകിയ വെള്ളം ഞാൻ ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ട് എൻ്റെ കാന്താരിക്ക് ഒഴിക്കട്ടെ. അപ്പോൾ ഞാൻ കാന്താരി കാണിക്കാം കേട്ടോ. അതൊരു സർപ്രൈസായിപ്പോയി, എനിക്കൊരു അതിശയമായിപ്പോയി അത് പൊട്ടിക്കിളിച്ച് വന്നത് എന്തുവന്നേലും ശിഖരമായിട്ട്. കാന്താരിയിലെ കാ കണ്ടോ, ഇതാണ്ടേ ഈ കൊച്ചത് ഇതിലൊക്കെ ഉണ്ട്. ഞാനേ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ടായിരുന്നു, നന്നായിട്ട് എല്ലാത്തിലും. ഞാൻ ചിന്തിച്ചേ ഇല്ല ഇത് ഇങ്ങനെ പൊട്ടി വരുമെന്ന്. ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്.
അപ്പുറത്തുനിന്ന് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം നാട്ടിലൊക്കെ ഉള്ളവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് ഇതൊരു അത്ര പുത്തരിയൊന്നുമല്ല. പക്ഷെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഒരെണ്ണം കണ്ടാൽ നമുക്കങ്ങ് ഭയങ്കര സന്തോഷം. നാട്ടിലൊക്കെ ആണെങ്കിൽ അയ്യം മൊത്തം കാണും ഇങ്ങനെയുള്ള കാന്താരി. അപ്പം അങ്ങനെയുള്ളവർ ചിന്തിക്കുമ്പോൾ പിന്നെ ഇതിനെന്തോ ഇത്ര അങ്ങ് സന്തോഷിക്കാനെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്കതൊരു വലിയ ഇതായിട്ടോ. ഞാനിത് പോയെന്നും പറഞ്ഞു അങ്ങ് കരിഞ്ഞതുപോലെ കമ്പായായിരുന്നു. ഒരിച്ചി ഒരിടത്തൊരുത്തിരി ഞാൻ നോക്കിയുണ്ടെങ്കിൽ പച്ച പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കത്രികയും കൊണ്ട് കണ്ടിച്ച് കളഞ്ഞതാണ്. അന്നേരം ഇങ്ങനെ ശിഖരം പൊട്ടി. പിന്നെ ഞാൻ ആ മുട്ടത്തോടുകൂടെ പൊടിച്ച് ചേർത്തത് കൊണ്ട് അതിന് നല്ല കാൽസ്യമൊക്കെ കിട്ടി ഇങ്ങനെ പൂത്ത് വരുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ ഇത്ര ഇല്ലായിരുന്നു. ഒരു 5-6 എണ്ണിയാണ്, ഒരു 5-6 ഉള്ളായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ടുണ്ട്. എനിക്ക് തന്നെ അങ്ങ് സന്തോഷം. അത് എന്നും ഞാൻ പോയി നോക്കും. അതിനോട് കാര്യവും പറയും. പ്രൈസൻ നിർബന്ധിച്ച് അവനെ പോയി കളിക്കാൻ പറയും. അങ്ങനെ അവൻ കളിക്കും. എന്നിട്ട് 1-2 പ്രാവശ്യം അടുപ്പിച്ച് കൊച്ചവൻ തോക്കുവാണെങ്കിൽ ഇവിടെ ഭയങ്കര കരച്ചില്ല. അങ്ങ് പദം പറഞ്ഞ് കരയും. അച്ചാച്ച എന്നെ മനഃപൂർവ്വം തോപ്പിച്ചേ. ഞാൻ പറയടാ, ജീവിതത്തിൽ ജയവും തോൽവിയും എല്ലാം ഉണ്ട്. എപ്പോഴും ജയിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കഷ്ടമല്ലേ. അതുകൊണ്ട് നീ ഇങ്ങനെ അങ്ങ് കരയുന്ന എന്തിനാ? അപ്പോൾ ഇങ്ങനെ 1-2 പ്രാവശ്യം പോൾ ചോദിച്ച് പിന്നെ കളിയാക്കി അവിടെ അങ്ങ് നിന്ന് കരച്ചിലും പിഴിച്ചിലുമായി. പിന്നെ എൻ്റെ അടുത്ത് പറയും, മമ്മി 5 മിനിറ്റ് എൻ്റെ കൂടെ കളി. ഞാൻ പറഞ്ഞു ഞാൻ അടുക്കള അന്നേരം നല്ല ജോലിയില്ല. ഞാൻ പറഞ്ഞു എനിക്കൊക്കത്തില്ല. അപ്പച്ചൻ അവിടെ നിന്ന് കട്ടിലിൽ നിന്ന് പോയി ഇപ്പുറത്ത് ഇരിക്കുമോ ഇവന്മാരുടെ കളിയാടെ ആയതുകൊണ്ട്. അപ്പം വൈകുന്നേരം ആയണേ ആശാന്മാർക്ക് വിശക്കുന്നു. അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയ മാവുണ്ടല്ലേ, അത് ഇച്ചിരിയേ ഉള്ളു. ഈ ഒരു 2 പ്രാവശ്യം ഉണ്ടാക്കാൻ കാണും ഓരോ തവി ഒഴിക്കുവാണെങ്കിൽ. അപ്പം ഞാൻ ചിന്തിച്ചു അതിങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയിലൊഴിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ആ കപ്പലണ്ടിയൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം തന്നെ വിശന്നുണ്ടേ കപ്പലണ്ടിയൊക്കെ ഇട്ടത് ഒന്നും കുഴപ്പമില്ലായിരുന്നു. കഴിച്ചു. പക്ഷേ കുറേയും കൂടെ സോഫ്റ്റായിട്ട് അന്നേരം കിട്ടി. രാവിലെയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ഓരോ കുഞ്ഞു തവി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ അത്ര എണ്ണയൊന്നും ഒഴിച്ചില്ല. ഇങ്ങനെ വെറുതെ ഒന്ന് ഇല്ല പനിയാരം ഉണ്ടാക്കത്തില്ലേ അതുപോലെ. എന്തോന്നേലും എല്ലാവർക്കും വൈകിട്ട് ഇതങ്ങ് ഉണ്ടാക്കി കൊടുത്തു. മാവും വേസ്റ്റായില്ല, അഹമാർക്ക് കഴിക്കാനും പറ്റി. അങ്ങനെ വൈകിട്ട് പിന്നെ ഡാഡിക്കും ചായയുടെ കൂടെ ഇത് കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞില്ല, ഞാൻ കാണിക്കുന്ന വീഡിയോ ഞാൻ ആഡ് ചെയ്തത് ഈ കൊച്ചുങ്ങളുടെ ആ പാട്ടാട്ടോ. താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് അടിച്ചു പോവുക. ഞാനത് പറയാൻ കാര്യം സ്കിപ്പ് അടിക്കേണ്ടവർ നേരത്തെ സ്കിപ്പ് അടിച്ചോട്ടത്തുള്ള ഇതിലാട്ടോ. I am Presen Santosh. I will be singing an easy English song, Bless the Lord all my soul. Paul is here, my big brother. He will be the guitar player today. Let's start this song. 3, 2, 1, start. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before.
11 മണി. ഞാൻ കുളിച്ചിട്ട് വന്നേ ഒരുത്തിന് മമ്മി എൻ്റെ കൂടെ ഒന്ന് കളിക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ലടാ, എനിക്ക് വീഡിയോ ഒന്നുകൂടെ എഡിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരുത്തൻ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ 5 മിനിറ്റ് കളിക്കാന്ന്. എന്തുവാ 1 മിനിറ്റ്? അതെന്തുവാ? സ്നേക്ക് ആൻഡ് ലാഡറോ? അല്ലല്ലേ, സ്നേക്ക് ആൻഡ് ലാഡർ കൂടെ അതുപോലുള്ളവര്. ഇട്. നീ ഫസ്റ്റ് എടുത്തോ. 5 1 2 3 4 5 അമ്മടെ 5. ഇനി ആരാ ജയിക്കുന്നതെന്ന് പറയാം കേട്ടോ. 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്തു. ആരാ ജയിച്ചതെന്ന് എന്തോ പറ്റിയെന്നോ, ഞാൻ 3/4 വരെ മേളിൽ കയറി പോകണേ, പിന്നെയും വീണ്ടും താഴെ വരെ വന്ന്. പ്രൈസിന് ഒരു കട്ടയും കൂടെ മതിയായിരുന്നു, മേള് വരെ പോയി, അവരും താഴെ വരെ വന്ന്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ കളിക്കുന്നില്ല, സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് സമയമില്ലെന്ന്. അങ്ങനെ അവിടെ നിർത്തി.